പടക്കളം ഡയറക്ടഡ് ബൈ മനു സ്വരാജ്. ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പൊ 9 ദിവസം 10 ദിവസം അങ്ങനെ എന്തോ ആയി. പക്ഷെ എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക റിവ്യൂസ് വന്നു കഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇന്ന് കണ്ടിട്ടുള്ളൂ. ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഇംഗ്ലീഷ് സിനിമകളും മലയാള സിനിമകളൊക്കെ വേറെ കുറെ റിലീസിന്റെ ഇടയിൽ ഇത് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇത് കാണണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പൊ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസ് പടം. അതായത് ഈ ഒരു എന്താ പറയാ, മലയാളത്തിൽ കൂടുതലും മിസ്സിംഗ് ആവുന്നത് ഒരു കോമഡി പടമാണ്. കോമഡി പടം ഇറങ്ങുകയാണെങ്കിൽ തന്നെ ചളിയാവും. മിക്ക കോമഡി പടത്തിൽ ധ്യാനൊക്കെയാണ് വരുന്നത്. പറയാലോ അതിന്റെ ഒരു നിലവാരം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത കോമഡി ഒന്നും പോലും പാളിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഇനി മാക്സിമം പോകുന്ന ചില കോമഡീസ് ഒരു ആവറേജ് അവിടെ ഇവിടെ കേട്ടിട്ടുള്ള ഒരു കോമഡി എന്നുള്ളത് ചില സമയത്ത് വരുന്നുള്ളൂ. പക്ഷെ കൂടുതലും വെറൈറ്റി സാധനങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ മറ്റേ ചില ഒരു പ്രേക്ഷകർക്ക് ഇത് വർക്ക് ആവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇതിലൊരു ഫാന്റസിയാണ്, ഒരു ഫാന്റസി സ്റ്റോറിയാണ്. മന്ത്രവാദം പോലത്തെ ഒരു ഓജോ ബോർഡ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സംഭവം. അന്ന് വെച്ചിട്ട് രോമാഞ്ചം സിനിമ അങ്ങനത്തെ സിനിമ അല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫാന്റസി സ്റ്റോറി, ഒരു കഥ പറച്ചിൽ പോലെ ഉള്ളൊരു പടമാണ്. മനസ്സിലായില്ല? അത് നമുക്ക് ഫസ്റ്റ് ആണ് ഇന്ദ്രജിത്തിന്റെ ഒരു വോയിസ് ഓവറിൽ ഒരു ആനിമേഷൻ കാണിക്കണം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു ഫാന്റസി മൂവി ആവും എന്നുള്ളത്. ട്രെയിലർ കാണാത്തൊരു കിട്ടും അത് വേറെ. അങ്ങനെ ഈ സിനിമ തുടങ്ങി ഒരു സമയം വരെ കണ്ടെത്തിയപ്പോ ഞാൻ വിചാരിച്ചാ ഒരു ടിപ്പിക്കൽ എന്താ പറയുക ഒരു ഫാന്റസി മൂവിയാണെന്നല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റോറി ഒരു ടിപ്പിക്കൽ ഫാന്റസി മൂവിന്റെ തന്നെയാണ്. പക്ഷെ സിനിമനെ വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ കോമഡീസ് ആണ്. ഇതിന്റെ ഹ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ, ആൾക്കാർ ഒരാൾ നടന്നു പോകുന്നു, പഴത്തിന്റെ തൊലിമ ചവിട്ടുന്നത് നിൽക്കണം, അങ്ങനത്തെ കോമഡി അല്ല. പ്രത്യേകിച്ച് ഷർഫുദ്ദീൻ, അതില് ഷർഫുദ്ദീന്റെ കോമഡീസ് ഇതാണ് ഇതിൽ കിട്ടു. ഷർഫുദ്ദീന്റെ ക്യാരക്ടർ സീരിയസ് ആണ്. പക്ഷെ ഇതിലൊരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഷർഫുദ്ദീന്റെ കുറച്ചൊരു പെർഫോമൻസ് ഉണ്ട്. കിഡു ചെയ്യുന്നു. ഷർഫുദ്ദീനെ അറിയില്ല, വില്ലനാണ് ഷർഫുദ്ദീൻ അത് വേറെ. പക്ഷെ വില്ലനായിട്ടും എല്ലാ മറ്റെന്താ പറയാ സീരിയസ് റോളായിട്ടും കിഡുമാണ് ഷർഫുദ്ദീൻ ഒന്നാമത് കിഡിലെ ആക്ടറാണ്, അണ്ടർ റേറ്റഡ് ആക്ടറാണ് ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞത്. കാരണം ഏത് റോളും പോകും. ഇമോഷണൽ സാധനം ആണെന്നുണ്ടെങ്കിൽ, ഹ്യൂമർ ആണെന്നുണ്ടെങ്കിൽ, വില്ലനിസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനം അവിടെ പോകും. അതാണ് ഷർഫുദ്ദീൻ. അപ്പൊ ഷർഫുദ്ദീന് ഈ ഒരു സിനിമയില് മറ്റേതില് പിന്നെ സുരാജ് ഉണ്ട്. പക്ഷെ സുരാജ് അങ്ങനെ വലിയൊരു സ്ക്രീൻ ടൈം ഉണ്ടോ എന്നുള്ളൊരു സംശയം. ഇതില് സാഫ് ബോയ് ഉണ്ടല്ലോ, സാഫ് ബോയിന്റെ അത്രയും പോലും സ്ക്രീൻ ടൈം സുരാജിന് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ സുരാജിന് പെർഫോം ചെയ്യാനുള്ളത് കുറച്ചാണെന്നുണ്ടെങ്കിലും ഒരു പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്ന് ഷർഫുദ്ദീൻ ഇതില് മാഷാണ്. അപ്പൊ ഷർഫുദ്ദീന്റെ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് തിരിഞ്ഞു ഓടുന്ന സമയത്ത് തിരിച്ചിരിക്കാണ് സുരാജിന്. അതൊക്കെ സുരാജ് ചെയ്താലും ശരിയാവുള്ളൂ. അപ്പൊ സുരാജിന് ചെയ്യാനുള്ളതുണ്ട്. സുരാജിന് മാത്രം ചെയ്യാൻ പറ്റുന്ന 2-3 സാധനങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ സ്വരാജിന്റെ ഓടി പോകുന്നത് തിരിഞ്ഞു ഓടുമ്പോൾ ഒരു ചിരിയുണ്ട്. അത് സ്വരാജ് ചെയ്താലേ ശരിയാവുള്ളൂ. അത് സ്വരാജിനെ കൊണ്ടേ പറ്റുള്ളൂ. അത് ഒറ്റ സെക്കൻഡ് ഉള്ളൂ. പിന്നെ ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ കണ്ട ഒരു മനസമാധാനമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ കുറെ ആയിട്ട് മിക്സിംഗ് ആയിട്ട് കിടക്കുന്ന സാധനം നല്ലൊരു കോമഡി മൂവി എന്നുള്ള സാധനം. കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഏറ്റവും റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി മൂവി എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കോമഡീസ് നമ്മൾ കണ്ടു കേട്ട് കഴിഞ്ഞതാണ്. അപ്പൊ അവിടെ ഇങ്ങനത്തെ ഒരു സിനിമ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. മനസ്സിലായി? കാരണം അത് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ പിന്നെ ഒരാൾ പോലും ആ സിനിമക്ക് കയറൂല. മനസ്സിലായി? അപ്പൊ കാരണം ഇതിന്റെ ഇടയിൽ കുറെ കോമഡി മൂവീസ് വരുന്നുണ്ട്, നമ്മൾ ആരും അറിയണില്ല. മനസ്സിലായില്ല? ഒരു 10,000 5,000 രൂപ ഒക്കെ കളക്ഷൻ വരുന്ന ഇഷ്ടം പോലെ മൂവീസ് ഇവിടെ കോമഡി എന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആക്ഷൻ അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള മൂവീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ത്രില്ലർ, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇതിന് റിസ്ക് ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഒരു കോമഡി മൂവി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. മനസ്സിലായി? കാരണം അതിൽ അഭിനയിച്ച ആളെ വരെ നമ്മൾ വെറുത്തു പോകും കോമഡീസ് വർക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ അതിൽ ചെറിയ ചെറിയ കോമഡീസ് ഇങ്ങനെ കൊണ്ടുവരണം. ഇപ്പൊ ഇതിന് മുന്നേ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലൊക്കെ അത്യാവശ്യം നല്ല കോമഡീസ് ഉണ്ടല്ലോ. പക്ഷെ ആ സിനിമ ഒരു സമയം കഴിഞ്ഞാൽ സീരിയസ് ആണ്. അപ്പൊ ആ സിനിമന്റെ കുറച്ച് മുന്നേ വന്നു പോയ കോമഡീസ് വർക്ക് ആയാലും കുഴപ്പമില്ല. മെയിൻ പ്ലോട്ട് നന്നായാൽ മതി. പക്ഷെ മെയിൻ പ്ലോട്ട് കോമഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പോകണം. അവിടെയാണ് ഈ ഒരു സിനിമന്റെ ടീമിന് കൈയടി കൊടുക്കേണ്ടത്. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കോമഡി പടം ഇറക്കിയിട്ട് ഇത്ര നല്ല കോമഡീസ് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൈയടി കൊടുത്തേ പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് പറഞ്ഞ ടിപ്പിക്കൽ ഫാന്റസി, ഒരു സമയം കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് ബോറടിക്കൂല. കാരണം ഇത് കോമഡീസ് ആണ്. ഇത് കോമഡിയാണ് കോമഡി മോനെ. അതായത് ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ചിട്ട് ഞാൻ ഇത്ര അധികം ചിരിച്ചിട്ട് ഒരു സിനിമയും കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇൻ ദി സെൻസ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്ര അധികം ചിരിച്ചിട്ട് ഞാനൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പെർഫോമൻസ് കിണ്ണം കാറ്റിയ പെർഫോമൻസ് ഷർഫുദ്ദീന്, സാഫ് ബോയ് ഉണ്ട്, അതിന്റെ ഒപ്പം 2-3 ചെക്കന്മാരുണ്ട്. ഇവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ ചെക്കന്റെ പേര് എനിക്കറിയില്ല. മറ്റേ ഒരു സാഫ് ബോയിന്റെ ഒപ്പം ഒരു ഹൈറ്റ് ഉള്ള ഒരു ആക്ടർ നടക്കുന്നുണ്ട്. ഞാനിപ്പോ അടുത്തൊരു അദ്ദേഹത്തിന്റെ സിനിമയിൽ ജിംഖാനയിൽ ഉണ്ടോ എന്നൊരു സംശയം. എനിക്ക് അങ്ങനെ കണ്ട് ഞാൻ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ചെക്കന്റെ പെർഫോമൻസ് ഏറ്റവും കിഡുമായിട്ട് ആ ചെക്കനും ഷർഫുദ്ദീനാണ് ഇതിന് നന്നായിട്ട് അഭിനയിക്കാനുള്ളത്. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോണ ഒരു വൈബ് കിട്ടുമാവും. ഇനി ഇത് നിങ്ങൾ OTT ഇരുന്ന് കണ്ടാലും നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. മനസ്സിലായില്ല? കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യൂലല്ലോ ഒരു കോമഡി പടം. കുറെ മ്യൂസിക്കോ അതും ഇത് അങ്ങനല്ലല്ലോ.
പക്ഷെ ഇത് നിങ്ങൾ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ പോയിരുന്ന് കാണുന്ന സമയത്ത് ഒരു ഒന്നൊന്നര വൈബാവും. മനസ്സിലായില്ലേ? അതിന് ആംബിയൻസ് മുഖ്യം ആണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഒരു സിനിമ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ നിങ്ങൾക്ക് മിസ്സാവും. ഒരു സംശയമില്ല, അത് തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവും. പക്ഷെ ഞാൻ പറയില്ല, ഫാന്റസി സ്റ്റോറീസ് നിങ്ങൾക്ക് കണക്ട് ആവണം. ഇതിൽ സംഭവം ഇതിന്റെ ഫാന്റസി സ്റ്റോറി നിങ്ങൾക്ക് കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ഫാന്റസി സ്റ്റോറി എനിക്ക് പേഴ്സണലി കണക്ട് ആയി. ഇങ്ങനത്തെ സ്റ്റോറീസ് ഒന്നാമത് ഇഷ്ടമാണ്. അതിന്റെ പുറമെ ഇതിന് നല്ല സ്റ്റോറി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ലോജിക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറി കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഈ പടം പറ്റില്ല. പക്ഷെ അതല്ലാതെ നിങ്ങൾക്ക് ഒരു സിനിമ, അത്യാവശ്യം നല്ലൊരു സിനിമ, ലോജിക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നല്ല അത്യാവശ്യം നല്ല ചിരിച്ചിട്ട് ഇരുന്ന് കാണുന്ന ഒരു സിനിമ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫാമിലിന്റെ ഒപ്പം ഇങ്ങനത്തെ മൂവീസ് കാണുമ്പോൾ തന്നെ ഒരു വൈബാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു മൂവിയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പടക്കളം എന്ന് പറഞ്ഞ ഒരു പടം നിങ്ങൾ 100% തൃപ്തിപ്പെടുത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.